சாபத்திலிருந்தும் குற்றத்திலிருந்தும் உங்களை விடுவிக்கக்கூடிய ஒரே ஒரு வல்லமையுள்ள தேவன். പ്രൈസ് ദ ലോർഡ്. അങ്ങനെ വയനാട് ടു അട്ടപ്പാടി പ്രദേശത്ത് കർത്താവിൻ്റെ വേലയുമായി വന്ന് ഇവിടെ ഒരു ട്രൈബൽ മിഷൻ്റെ ഒരു ചർച്ചിൽ ഞങ്ങൾ കൂടി ആരാധിച്ച് പാടിയതിനു ശേഷം ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയായിരിക്കും. ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഈ വീഡിയോയിൽ ഒത്തിരി വ്യത്യസ്തപരമായ വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ പോകുന്നത് മൊത്തം മലയോര മേഖലകളാണ്. വാഹനം പോലും പോകാത്ത സ്ഥലങ്ങളിലെല്ലാം വാഹനം ഓടിച്ച് പോകുന്നൊരു സാഹസമായ ഒത്തിരി പ്രവൃത്തി കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ വീഡിയോയിലും കട്ട് ചെയ്ത് ഷോർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. ചില സ്ഥലങ്ങളിൽ വലിയ വീഡിയോ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ചെറിയ ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. கேரளா போதை ஒழிப்பு பிரச்சாரமாக அநேக இடங்களிலே கடந்து சென்று போதையினால் ஏற்படுகிற தீமைகள் இவைகளை குறித்து அறிவித்து அதற்கு விரோதமாய் பிரச்சாரங்களை செய்து வருகிறோம். இப்பொழுதும் இந்த பகுதியிலே நாங்கள் வரும்படியாக, இந்த நல்லசிங்கா கிராம பகுதியிலே வரும்படியாய் ஆண்டவர் எங்களுக்கு செய்த நன்மை உதவிக்காய் நாங்கள் ஆண்டவரை துதிக்கிறோம். இந்த நல்லசிங்கா கிராமவாசிகள் அனைவருக்கும் எங்கள் வாழ்த்துக்களையும் வணக்கங்களையும் எங்கள் டீம் சார்பாக நாங்கள் தெரிவித்துக் கொள்கிறோம். பாவம் ஒன்றும் இல்லை. வாழ்க்கை வாழ்ந்து வந்தார். ஆனால் ஒரு கட்டத்திலே നിഷ്കളങ്ക മനുഷ്യരും കൂടുതലായി തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി പാർത്ത നമ്മുടെ തമിഴ് സഹോദരന്മാരും അതുപോലെ തന്നെ മലയാളികളും അങ്ങനെ ഒരുമിച്ച് പാർക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി പ്രദേശം. വളരെ മനോഹരമായുള്ള ഒരു സ്ഥലമാണ്. ഈ വഴികളൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടുന്ന് വാഹനങ്ങളൊന്നും അധികം സഞ്ചരിക്കാറില്ല. അതിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഉള്ളിൽ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് പോയി അവിടെയും സുവിശേഷം അറിയിപ്പിക്കണം. ആ ഗ്രാമത്തിലുള്ളവരും യേശു ക്രിസ്തുവിനെ ഏറ്റുകൊള്ളണം, രക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ ഈ കാണുന്ന കട്ടറും അതുപോലെ റൈറ്റ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴികളൊക്കെ ആണ്. പക്ഷെ എങ്കിലും അതൊന്നും വകവെക്കാതെ ഞങ്ങളത് മുന്നോട്ട് പോവുകയാണ്. ചെറിയ ഒരു റോഡാണ്, ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. ഇതിൽ കൂടിയാണ് പോകുന്നത്. കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നതാണ്. ഓരോ വീടുകളും ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട് അവർ പാർക്കുന്നത്. അങ്ങനെ ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് ആ ഗ്രാമത്തിലേക്ക് ഞങ്ങളെത്തി. ഒരു മനോഹര ഗ്രാമമാണ്. ഒരു
சாபத்திலிருந்தும் குற்றத்திலிருந்தும் உங்களை விடுவிக்கக்கூடிய ஒரே ஒரு வல்லமையுள்ள தேவன். அன்பு தம்பி ஒரு 4 வயது சிறுவன் பாடினார், குற்றம் கூட செய்யாத ஒரே ஒரு தெய்வம் அவர் இயேசு. அந்த இயேசுவை நம்பினால், அந்த இயேசுவை விசுவாசித்தால் உங்கள் குற்றத்திலிருந்து, உங்கள் பாவத்திலிருந்து, உங்கள் அநியாயத்திலிருந்து, உங்கள் அக்கிரமத்திலிருந்து உங்களை மன்னித்து உங்களுக்கு ஒரு சொர்க்க வாழ்க்கையை கொடுக்க വല്ലമയുള്ള ഒരേ ഒരു ദൈവം യേശു മാത്രമേ. അടങ്ങിയിരിക്കുന്ന ഈ പുകവലിയിൽ നിന്ന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു പുകയിലയിൽ നിന്ന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു പുകവലി വസ്തുവിൽ നിന്ന് ഉപയോഗിക്കുന്ന ഈ പുകയില ജന്യമായ വസ്തുക്കളിൽ ഏകദേശം 4000-ലധികം രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോകരുത്. ഇതിലേറെ പറയുന്നു, അല്പനേരത്തെ സുഖത്തിന് വേണ്ടി, അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ഒക്കെ നമ്മൾ പുകവലിക്കുന്നവരാ. എന്നാൽ പറയട്ടെ, ഓരോ മനുഷ്യരും ചെന്നു വീഴുന്നത് ഓരോ മുലക്കളത്തിലാണെന്നുള്ള കാര്യം നാം അറിയാതെ പോകരുത്. ഒരു ഗ്രാമം കഴിഞ്ഞ് ഞങ്ങൾ അടുത്തൊരു ഗ്രാമത്തിലേക്ക് വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനയും അതുപോലെ മൃഗങ്ങളൊക്കെ ശല്യങ്ങളുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഇലക്ട്രിക് വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. കുറെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാല് പൊളിഞ്ഞു പോയ കുറെ വീടുകള്, ഗ്രാമങ്ങളെ കാണാം. ഒരു മലയുടെ ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ കയറി പോവുകയാണ്. അവിടെ ഒരു കൊച്ചു ചർച്ചുണ്ട്. ആ സ്ഥലത്തിലേക്കാണ് ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് ഒരു കൊച്ചു പെന്തിക്കോസ് ചർച്ചാണത്. ഒരു മലയുടെ ഏറ്റവും ടോപ്പാണ് അത്. ഇവിടെ നിന്നിട്ടാണ് ഇന്നത്തെ പരിചയവും ഇന്നത്തെ ശുശ്രൂഷയും. ഒരു വലിയ മല കയറി ഞങ്ങൾ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തി. കണ്ട് അവിടെയൊക്കെ കണ്ടില്ലേ, മലയുടെ ഏറ്റവും സമനിരപ്പിലുള്ള ഒരു മലയും കൂടി അത്. ഇതാണ് ഇവിടുത്തെ ചർച്ച്. ചാവിയില്ലാത്തത് കൊണ്ട് എത്ര മനോഹരമായൊരു പ്രദേശമാണ് നോക്കണം. വലിയൊരു മലയുടെ മുകളിൽ ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കൊരാശ്വാസമായി ഇങ്ങനത്തെ ഒരു മനോഹരമായൊരു കൊച്ചു ചർച്ച് ഇവിടെ പണിയുകയും ഇവിടെ കർത്താവിൻ്റെ വേലയും ചെയ്തു പോകുന്ന ദേവദാസനാണ് ഈ കാണുന്നത്. ദേവദാസൻ എത്ര വിശ്വാസിക്കുന്നാங்க മൊത്തത്തിൽ മുன்னாடி? 30 பேர் இருந்தாங்க. இதுக்குள்ள ஃபேமிலி 100 பேர் அவ்வளவு 30 ஃபேமிலி மொத்த பேர் விசுவாசி. கொஞ்சம் குழப்பான போயிட்டாங்க இல்லையா? 7 வருஷம் ലോകം കത്തി നശിക്കും. വർഷത്തോളം വർക്ക് നടക്കാതെ ഒരു വർധനമില്ലാതിരുന്ന ആ ചർച്ചിൽ ഞങ്ങൾ വന്നു. ആ ദേശത്ത് ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു പാട്ട് പാടി ആ ദേശത്ത് സുവിശേഷം ഞങ്ങൾ വിതയ്ക്കുവാൻ, വിശ്വാസത്തിൽ സുവിശേഷം വിതയ്ക്കുവാനിടയായി. വരും കാലഘട്ടത്തിൽ അവിടെ നിന്ന് അനേക
പാപികൾ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് കൂടി വരുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പാട്ടുകളെ പാടി തുടർന്നുള്ള ആരാധന ശുശ്രൂഷകൾ നടത്തുവാനിടയായി. Audio Jungle.